ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബീൻസ് തോരൻ ഉണ്ടാക്കാം. അതിന് ബീൻസ് ഇതാ 2 സൈഡ് മുറിച്ച് നന്നായിട്ട് കഴുകി ഇത് മുറിച്ചെടുത്ത കേട്ടോ. ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുത്താന്ന് പറയാൻ വന്നതാണ്. ചിലത് ഇങ്ങനെ കളറൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റാം. പിന്നെ അതിന് ചെറിയുള്ളി, വെളുത്തുള്ളി, ചില്ലി ഫ്ലെക്സ്, കരിവേപ്പില. ആദ്യം നമുക്ക് പാൻ വെച്ചിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി ഇനി കടുകിടാം. കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്. അതായി വരുമ്പോൾ നമുക്കത് മുറിച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില, ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീൻസിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പും ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുന്നത്. നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, നമ്മൾ അധികം എരിവ് വേണ്ട. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ടാവും, നമുക്കത് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി. ഇനി വേണമെങ്കിൽ തേങ്ങ ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരട്ടി വെച്ച് തേർത്ത് ഇതൊരു ഹെൽത്ത് ബേസായിട്ട് അതാണ് ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് ചവയ്ക്കാനൊക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടി വേവിക്കുക ബീൻസ്. ഇത് പിന്നെ ഇത് കടിക്കാൻ കിട്ടുന്ന രസമാണ്. ആ ടൈപ്പിലാണ് എടുത്തേക്കുന്നത്. ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് മാത്രം കഴിക്കാം. അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇത് കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ ബീൻസിനൊരു ഗുണമുണ്ട് കേട്ടോ. നമുക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ബീൻസ് കഴിക്കാൻ കുറച്ച് ക്ഷീണമൊക്കെ മാറും. ജിമ്മിൽ പോണവരോടൊക്കെ ബീൻസ് കഴിക്കാൻ മതി. ഒരുപാട് നാര് അടങ്ങിയതാണല്ലോ, അപ്പോൾ നല്ല ഒരു വെജിറ്റബിളാണ് ബീൻസ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.